ഹായ് മക്കളെ, വെൽക്കം ടു അവർ ക്ലാസ് റൂം. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഇന്ന് നമ്മളെ കേരള പാഠാവലിയിലെ ഹിന്ദി പുസ്തകത്തിലെ 7ാം ക്ലാസ്സിലെ ഒരു പുതിയ പാഠമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒന്നാമത്തെ ഇക്കായിയാണ് നമ്മൾ പഠിക്കുന്നത്. ആ ഇക്കായിൻ്റെ പേരാണ് പ്യാർ. എന്താണ് പ്യാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നേഹം, അല്ലെ, ലവ്, അല്ലേ? ആ പാഠഭാഗമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അപ്പോൾ ആ പാഠഭാഗത്തെക്കുറിച്ച് എന്തൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് മുന്നോട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ പാഠഭാഗത്തിൻ്റെ പേര് ഖുദ് സേ പ്യാർ. ഖുദ് സേ പ്യാർ എഴുതിയിരിക്കുന്നത് ആരാണ്? ശോഭ്നാഥ് യാദവ്. ആരാണ് എഴുതിയിരിക്കുന്നത്? ശോഭ്നാഥ് യാദവ്. ഓക്കെ, അപ്പോൾ നമുക്ക് ശോഭ്നാഥ് യാദവിനെ കുറിച്ച് ആദ്യം നോക്കാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പാഠഭാഗത്തിൻ്റെ മീനിങ് ഒന്ന് നോക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ ആരാണ് ശോഭ്നാഥ് യാദവ് എന്ന് പറയുന്നത്? നോക്ക്. ശോഭനാഥ് യാദവ് കാ ജന്മ ഉത്തർപ്രദേശ് മേം ഹുവ. ശോഭനാഥ് യാദവ് എന്ന് പറയുന്ന ആ കവി എവിടെയാണ് ജനിച്ചിട്ടുള്ളത്? ഉത്തർപ്രദേശിലാണ് ജനിച്ചിട്ടുള്ളത്. അദ്ദേഹം ലേഖകനും അതുമാത്രമല്ല, കൂടാതെ ആരും കൂടെ ആയിരുന്നു? സമ്പാദക്, ഒരു എഡിറ്ററും കൂടെ ആയിരുന്നു. ഓക്കെ, അദ്ദേഹത്തിൻ്റെ രചനകളാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ദരക്തോമയം സൂരജ്, ഭസ്മാസുർ കി ഭൂമിക, നരക് ഗാഥ ആദി ഉൻകി രചനായേ ഹേ. ഓക്കെ, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ജന്മ 14 ജൂൺ 1937 മേം ഹുവ. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും നമ്മുടെ പാഠഭാഗത്തിൻ്റെ ഹെഡിങ്ങിലേക്ക് വരാം. നമ്മൾ പഠിച്ചു ഒന്നാമത്തെ യൂണിറ്റിൻ്റെ പേരെന്തായിരുന്നു? പ്യാർ, ലവ്, സ്നേഹം, അല്ലേ? എന്നാൽ അതിലെ ഒന്നാമത്തെ ചാപ്റ്റർ ഏതാണ്? ചാപ്റ്റർ എന്ന് പറയുന്നത്, പാഠഭാഗം എന്ന് പറയുന്നത് ഖുദ് സേ പ്യാർ. ക്യാ ഹെ ഖുദ് സേ പ്യാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വയം സ്നേഹിക്കുക, അല്ലേ? ഖുദ് പറഞ്ഞു കഴിഞ്ഞാൽ സ്വയം, സ്വന്തം. എന്താണ് പ്യാർ? ലവ്, സ്നേഹം, അല്ലേ? അതായത് സെൽഫ് ലവിങ്, അതായത് നമ്മൾ സ്വയം എന്ത് ചെയ്യുക, നമ്മൾ സ്നേഹിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ എന്താ പാഠഭാഗത്തിലൂടെ കവി പറയുന്നു എന്നുള്ളത് നമുക്ക് പാഠത്തേക്കൊന്ന് പോയി നോക്കിയാലോ? നോക്കാം. ഓക്കെ, ഹായ് മക്കളെ, അപ്പോൾ കവി ഇവിടെ പറയുന്നത് സൂരജ് അപ്നി ആഗ് സേ ഇത്നാ പ്യാർ കരേ കി വഹ് ദേ സക്കെ ആഗ് ദുനിയാ കോ ഭി. അതായത് സൂര്യൻ, ആ മീനിങ് ഞാനവിടെ കൊടുത്തിട്ടുണ്ട്. സൂര്യൻ അപ്നി ആഗ് സേ, ആഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗ്നി അല്ലെങ്കിൽ തീ, അതായത് വെളിച്ചം. സൂര്യൻ്റെ തീ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് ആ സൂര്യൻ്റെ വെളിച്ചം. ആ വെളിച്ചത്തിന് എന്താ? ഇത്നാ പ്യാർ കരേ, ഇത്രത്തോളം സ്നേഹിക്കട്ടെ, അല്ലെ? പ്യാർ കരേ, ഇത്രത്തോളം സ്നേഹിക്കട്ടെ. കി, അതായത് അങ്ങനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ വഹ് ദേ സക്കെ ആഗ്, അതിന് എന്ത് ചെയ്യാൻ പറ്റും? ആ തീ നൽകാൻ പറ്റും. ആർക്ക്? ദുനിയാ കോ ഭി, ലോകത്തിനും, അല്ലേ? സൂര്യൻ്റെ ആ അഗ്നിയെ കൂടുതൽ സ്നേഹിക്കട്ടെ. അങ്ങനെ സ്നേഹിച്ചാൽ ആ തീ എന്ത് ചെയ്യാം, അല്ലെങ്കിൽ ആ അഗ്നി എന്ത് ചെയ്യാം? ലോകത്തിന് നൽകാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ആര് പറഞ്ഞത്? കവി ഇവിടെ ഈ 4 ലൈനിലൂടെ പറഞ്ഞു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ പറഞ്ഞ് ഉദ്ദേശിക്കുന്നു? ഒന്നുകൂടി ഒരു കാര്യം പറയുന്നു. സൂര്യൻ തൻ്റെ ആ തീയിനെ എന്ത് ചെയ്യട്ടെ? സ്നേഹിക്കട്ടെ, ഒരുപാട് ഇഷ്ടപ്പെടട്ടെ. നമുക്ക് നമ്മളെ തന്നെ ഇഷ്ടപ്പെടണം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ദേ സക്കെ ആഗ് ദുനിയാ കോ ഭി, അത് എങ്കിൽ മാത്രമേ അതിന് ലോകത്തിന് എന്ത് നൽകാൻ സാധിക്കുകയുള്ളൂ? ആ തീ അല്ലെങ്കിൽ അഗ്നി നൽകാൻ സാധിക്കുകയുള്ളൂ എന്ന് കവി ഇവിടെ പറയുന്നു. അടുത്തതിൽ എന്താ കവി പറയുന്നത്? ദരക്ത് അപ്നെ ഫൂലോം സേ ഇത്നാ പ്യാർ കരേ കി വഹ് ദേ സക്കെ ഫൂൽ ദുനിയാ കോ ഭി, അല്ലേ? ദരക്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദരക്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേട്, മരം. ഓക്കെ, അപ്നെ ഫൂലോം സേ, ഫൂലോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? പൂക്കൾ. ദരക്ത് അപ്നെ ഫൂലോം സേ ഇത്നാ പ്യാർ കരേ, ഇത്രത്തോളം സ്നേഹിക്കട്ടെ, അല്ലേ? എന്നാൽ എന്താ? കി വഹ് ദേ സക്കെ നൽകാൻ സാധിക്കും, ഫൂൽ, ആ പൂക്കളെ, ദുനിയാ കോ ഭി, ലോകത്തിന്. അപ്പോൾ ഇവിടുത്തെ ഫുൾ മീനിങ് എന്താ അർത്ഥം? ദരക്ത്, ഒരു മരം, അപ്നെ ഫൂലോം സേ, ആ മരത്തിന് തൻ്റെ പൂക്കളെ എന്താണ്? ഇത്നാ പ്യാർ കരേ, ഇത്രത്തോളം സ്നേഹിക്കാൻ സാധിച്ചാൽ, അല്ലെങ്കിൽ സ്നേഹിച്ചാൽ,
കി വ ദേ സക്കെ അതിന് നൽകാൻ സാധിക്കും എന്തിനെ ഫൂൽ പൂക്കളെ ദുനിയാ കോ ബി ലോകത്തിന്. എന്ന് വെച്ചാൽ എന്താണ് ഉദ്ദേശിക്കുന്ന കാര്യം? ഒരു മരം തൻ്റെ പൂക്കളെ ഒരുപാട് സ്നേഹിച്ചാൽ അല്ലേ, ഒരു മരം തൻ്റെ പൂക്കളെ ഒരുപാട് സ്നേഹിച്ചാൽ അതിന് ഒരുപാട് പൂക്കൾ ലോകത്തിന് നൽകാൻ സാധിക്കും എന്നാണ് ഇവിടെ കവി പറയുന്നത്. ഓക്കെ, അടുത്തത് ബാദൽ അപ്നെ ജൽ സേ ഇത്നാ പ്യാർ കരേ കി വഹ് ദേ സക്കെ ജൽ ദുനിയാ ഖോ ബി. എന്നതിൽ പറയണത് ബാദൽ എന്ന് പറഞ്ഞാൽ കാർമേഘം. അപ്നെ ജൽ സേ തൻ്റെ ജലത്തിന്, ജൽ എന്ന് പറഞ്ഞാൽ പാനി അല്ലെങ്കിൽ വെള്ളം, ആ വെള്ളത്തിന് ഇത്ന പ്യാർ കരെ ഇത്രത്തോളം സ്നേഹിച്ചാൽ അല്ലെങ്കിൽ ഇത്രത്തോളം സ്നേഹിക്കപ്പെട്ടാൽ അല്ലെങ്കിൽ എന്താണ് ഇത്രത്തോളം സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ, കി വഹ് അങ്ങനെയാണെങ്കിൽ എന്താണ്, വഹ് ദേ സക്കെ ആ കാർമേഘത്തിന് നൽകാൻ സാധിക്കും എന്തിനെ, ജൽ ആ ജലത്തിന്, ദുനിയാ കോ ബി ലോകത്തിന് അല്ലേ. അതായത് ഒരു കാർമേഘം തൻ്റെ ജലത്തിനെ ഇത്രത്തോളം സ്നേഹിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, അതിന് ഈ ലോകത്തിന് ഒരുപാട് വെള്ളം നൽകാൻ ആ കാർമേഘത്തിനെ കൊണ്ട് സാധിക്കും. വൺസ് അഗെയിൻ, ഒരു കാർമേഘം തൻ്റെ ജലത്തിനെ ഒരുപാട് സ്നേഹിച്ചാൽ ആ കാർമേഘത്തിന് എന്ത് ചെയ്യുന്നു, ഈ ലോകത്തിന് ഒരുപാട് ജലം തന്നെ നൽകാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അതുകൊണ്ട് കവി ലാസ്റ്റ് ഭാഗത്ത് പറയുന്നു, എന്താ ലാസ്റ്റ് ഭാഗത്ത് പറയുന്നത്, मैं खुद से इतना प्यार करूँ कि दे सकूँ प्यार दुनिया को भी. ഞാൻ ഖുദ് സേ സ്വയം ഇത്നാ പ്യാർ കരും കി ഇത്രത്തോളം സ്നേഹിച്ചാൽ, ഞാൻ എന്നെ തന്നെ ഒരുപാട് സ്നേഹിച്ചു കഴിഞ്ഞാൽ, ദേ സക്കും എനിക്ക് നൽകാൻ സാധിക്കും പ്യാർ എൻ്റെ സ്നേഹം എന്ത്, ദുനിയാ കോ ബി ലോകത്തിന്. ഇവിടെ പറഞ്ഞ കാര്യം എന്താ പറയണത്, ഞാൻ എന്നെ തന്നെ ഒരുപാട് സ്നേഹിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാം, എൻ്റെ സ്നേഹം ഈ ലോകത്തിന് നൽകാൻ എന്നെക്കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് കവി ഈ പാഠഭാഗത്തിലൂടെ പറയുന്നത്. അതിൻ്റെ എല്ലാ ഭാഗവും നോക്കുമ്പോൾ നമുക്ക് എന്താ മനസ്സിലായത്, നമ്മൾ ഏതൊരു കാര്യത്തിനെയാണ് സ്വന്തം സ്നേഹിക്കുന്നതെങ്കിൽ അതിനെന്താ ലോകത്തിൽ ഒരുപാട് തിളങ്ങാൻ സാധിക്കുമെന്നുള്ളതാണ്. ഓക്കെ, അപ്പം നോക്കാം ഈ ബാക്കിയുള്ള ഭാഗങ്ങളിൽ എന്തൊക്കെ പറയണമെന്നുള്ളത്. ഇത് പാഠഭാഗത്തിലെ ക്വസ്റ്റ്യൻ ആൻസറുകളാണ്, അല്ലെങ്കിൽ അതിൻ്റെ സൈഡിലെ വർക്കുകളാണ്. വഹ് ദേ സക്കെ ആഗ് യഹാം ആഗ് സേ ക്യാ മത്ലബ് ഹേ. ഇവിടെ വഹ് ദേ സക്കെ ആഗ് തീ നൽകാൻ സാധിക്കട്ടെ എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്നാണ് ഇവിടെ പറയണത്. അതിൻ്റെ ആൻസറാണ് ആ പച്ച കളറിൽ എഴുതിയിട്ടുള്ളത്. ഇത് സന്ദർഭമേം ആഗ് അഗ്നി സൂര്യക്ക് ഗർമി ഓർ ഊർജാക്കോ സന്ദർഭിത് കർത്താ ഹേ. അതായത് ഈ സന്ദർഭത്തിൽ ആ അഗ്നി എന്നതിൻ്റെ ആ സംഭവം എന്ന് പറയുന്നത് സൂര്യക്ക് ഗർമി ഊർജാക്കോ സന്ദർഭിത് കർത്താ, സൂര്യൻ്റെ ചൂടിനെയും അതേപോലെ തന്നെ അതിൻ്റെ ഊർജത്തെയാണ് സൂചിപ്പിക്കുന്നത്. യഹ് ഉസ് പ്രേം കാ और जीवनदायी शक्ति का प्रतीक है जो सूर्य दुनिया को प्रदान करता है. അതായത് സൂര്യൻ എന്ത് ചെയ്യുന്നുണ്ട്, ഉസ് പ്രേം ആ സ്നേഹത്തെ അല്ലേ, അതേപോലെ തന്നെ അവർ ജീവൻദായി ശക്തിക്ക ആ ജീവൻ നൽകുന്ന ഒരു ശക്തിയെയും എന്താണ് പ്രതീകമാണ്. ജോ സൂര്യ ദുനിയാക്കോ പ്രദാൻ കർത്താ ഹെ. അത് എവിടെ നിന്ന് വരുന്നതാണ്, സൂര്യനിൽ നിന്ന് വരുന്നത്. അതായത് സൂര്യൻ നൽകുന്ന ഒരു സ്നേഹവും അതേപോലെ തന്നെ ജീവനദായിയൊക്കെ ആണ് എന്നാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, ഖുദ് സേ പ്യാർ കർണ സേ ക്യാ അർത്ഥ നിക്കൽത്താ ഹെ. ഖുദ് സേ പ്യാർ കർണ സ്വയം സ്നേഹിക്കുക എന്നുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്. ഖുദ് സേ പ്യാർ കർണ സ്വയം സ്നേഹിക്കുക എന്നത് ആത്മപ്രേം കെ മഹത്വ കോ ദിക്കാത്താ ഹെ അല്ലേ. ആത്മപ്രേം കെ മഹത്വ കോ ദിക്കാത്താ ഹെ. അതായത് ലവിങ് ഓൺ സെൽഫ്, അതായത് നമ്മളെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ആത്മപ്രേമ സ്വന്തം ശരീരത്തെ സ്നേഹിക്കുക എന്നതാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, കാണിക്കുന്നത്. ഇസ്കാ മത്ലബ് ഹെ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഖുദ് സേ ഇത്നാ പ്യാർ കർണ, നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ സ്വയം തന്നെ നല്ലപോലെ സ്നേഹിക്കുക. ഉസ് പ്യാർ കോ ദുനിയാ കോ സാത്ത് ബാണ്ട് സക്കെ. എന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളുടെ ഈ ഒരു സ്നേഹം നമ്മൾ തന്നെ സ്നേഹിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ സ്നേഹം ലോകത്തിനും എന്താക്കാം, കൈമാറാം, അല്ലെങ്കിൽ ലോകത്തെ നമുക്ക് സ്നേഹിക്കാൻ സാധിക്കുമെന്നാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, കവി പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ദരക്ത് സേ അപ്നെ ക്യാ സംച. ദരക്ത് അല്ലെങ്കിൽ ഇതുകൊണ്ട് എന്താണ് നിങ്ങൾ, ദരക്ത് കൊണ്ടെന്താണ് നിങ്ങൾ അർത്ഥമാക്കുന്നത്. അതായത് യഹം ദരക്ത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, പേട് എന്നല്ലേ. പേട് പ്രകൃതിക്ക് നിസ്വാർത്ഥ और പ്രേം ഓർ സമർത്ഥൻ കാ പ്രതിനിധിത്വ കർത്താ ഹെ. ഇവിടെ പ്രകൃതിയുടെ നിസ്വാർത്ഥമായ സ്നേഹത്തെയും
ഓർ സമർത്ഥൻ കാ അതിൻ്റെ സപ്പോർട്ടിനെയുമാണ് പ്രതിനിധിത്വ കർത്താ ഹെ എന്ത് ചെയ്യുന്നത്, പ്രതിനിധാനം ചെയ്യുന്നത്. അതുപോലെ ये इस बात का प्रतीक है कि कैसे पेड़ अपने फूलों के माध्यम से दुनिया का पोषण करते हैं. അതായത് നമുക്ക് മരം അവരുടെ പൂക്കളെ നമുക്ക് തന്നുകൊണ്ട്, അല്ലെങ്കിൽ മരം ആ പൂക്കളിലൂടെ ലോകത്തെ എങ്ങനെയാണോ സ്നേഹിക്കുന്നത്, ഓർ ഉസ്സെ പ്രദാൻ കർത്തേ അതാണ് അവിടെ എന്ത് ചെയ്യുന്നത്, പ്രതിനിധാനം ചെയ്യുന്ന കാര്യം. കാരണം ലോകത്തിനെ ഈ മരം എന്ന് പറയുന്ന ഒരു സാധനം എങ്ങനെയാണ് സ്നേഹിക്കുന്നത്, അല്ലെങ്കിൽ അവരെ എങ്ങനെയാണ് സന്തോഷിപ്പിക്കുന്നത്, അവരുടെ പൂക്കൾ തന്നിട്ടല്ലേ. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ നമുക്കും പൂക്കൾ തന്നുകൊണ്ട് സ്നേഹിക്കുന്ന ആ ഒരു മരത്തിനെ അവർ എന്ത് പേരിൽ അറിയപ്പെടുന്നു, ദരക്ത് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഓക്കെ, ഇനി ബാക്കിയുള്ള ആക്ടിവിറ്റീസൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ഓക്കെ, ബായ്.